ഞങ്ങളെ കോളേജിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും നേരം ബ്ലഡ് കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ ഞാൻ. ഈ ഒരു ഒറ്റ ക്ലാസ് കേട്ടപ്പോഴാട്ടോ ഞാനും ബ്ലഡ് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലൂടെ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ കരുതും എന്താണെന്നല്ലേ, നമ്മൾ ബ്ലഡ് കൊടുക്കാൻ വില്ലിങ് ആണെങ്കിലും ഒരാളുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് എടുക്കണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ കൂടെ കടന്നു പോകണം. അങ്ങനെ ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു നല്ല കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞത് കൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫോമൊക്കെ തന്നു. ഞങ്ങൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടോ. അങ്ങനെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ആരംഭിച്ചിട്ടോ. അങ്ങനെ ഓരോരുത്തരായി ബ്ലഡ് കൊടുക്കാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ ചായയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ മിസ് ഞങ്ങൾക്കും തന്നിട്ടോ ചായയൊക്കെ. പിന്നീടാണ് കേട്ടോ ആ നഗ്ന സത്യം തിരിച്ചറിയുന്നത്. ഒരു വ്യക്തിക്ക് മറ്റൊരാൾക്ക് ബ്ലഡ് കൊടുക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് 12.5 മിനിമം എങ്കിലും വേണം. അങ്ങനെ എന്റെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്തിട്ടോ. എന്റെ ശരീരത്തിൽ അത്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ബ്ലഡ് കൊടുക്കാൻ കഴിയുന്നൊരു മാക്സിമം ബ്ലഡ് കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയും